പിന്നെ നമ്മുടെ താല്പര്യം പോലെയാണ്, നമ്മുടെ തന്ത്രം പോലെയാണ് കാര്യങ്ങൾ. ഹലോ, അതിനനുസരിച്ച് കാര്യങ്ങൾ ഇല്ല, ഇവിടെ ഉണ്ട്, മുറ്റത്തുണ്ട്. ആരാ മുറ്റത്തുണ്ട്. നീ കട്ട് ചെയ്യുമ്പോഴേക്കും ഞാൻ അവിടെ എത്തും. ഒരു കാലത്തും ഇതിനൊന്നും ശരിയാവില്ല. എനിക്ക് നിന്നോട് ഭയങ്കര പ്രതിഷേധമുണ്ട്. അതെന്താണ്? ഇത്രയും സംഗതികൾ അറിഞ്ഞിട്ട് പിന്നെ അത് എന്നോട് പറയാത്തത്? അത് എന്റെ കോമേ, നിനക്ക് ഈ താല്പര്യങ്ങളുണ്ടോന്ന് എനിക്കറിയോ. അത് താല്പര്യമില്ലാതെ നീ സൂതായിട്ടിന്റെ കൂടെ അങ്ങനെ നടക്കണ കാണുമ്പോ നാ വിചാരിച്ച നീ വലിയ മാന്യനാവുന്നു. ഇതിന് അങ്ങനെ വലിയ മാന്യന്മാർക്ക് പഠന പണിയല്ല അത്. അല്ലല്ല. ഇതിനൊക്കെ കുറച്ചൊരു സോഷ്യൽ മെന്റാലിറ്റി വേണം നമുക്ക്. എല്ലാവരെയും സ്നേഹിക്കണം. എന്താ വലിയ തത്വം ഞാനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതേമാതിരി നരകിച്ച് ജീവിക്കുള്ളൂ. നിനക്കുണ്ടോ കൊറേ? ഏത് കാലത്ത് തുടങ്ങി ഈ പറഞ്ഞത്? എന്തായാലും കുഴപ്പം നാം പറഞ്ഞില്ലേ, നമുക്ക് ഇഷ്ടമുള്ളവനൊക്കെ സ്നേഹിക്കാം. നമുക്ക് അത് ഒരു കാര്യം പറയട്ടെ, നമുക്കൊരു ഭാര്യ ഉണ്ടെങ്കിൽ അവളോട് സ്നേഹം കൂടുള്ളൂ. നമുക്ക് എന്താ അറിയോ, അപ്പൊ നമ്മൾ സ്നേഹിക്കുന്ന ഏതെങ്കിലും എന്തെങ്കിലും ഒരു ഉടായ്പ കാണിച്ച അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഭാര്യയാണ് നല്ലത്. അത് നമ്മുടെ ഭാര്യനെ തിരിച്ചറിയാനും കൂടി നല്ലതാണത്. അത് നമ്മുടെ വിവരം കേട്ട ഭാര്യമാർക്ക് അറിയില്ല എന്ന് മാത്രം പറയാൻ നിൽക്കരുത് കേട്ടോ. എനിക്കിത് വേണം, ശരിയാക്കി തരാ, ഒന്നുകൊണ്ട് പേടിക്കണ്ട. മനസ്സിലായില്ലേ? ഈ ആപ്പിലൊക്കെ കേറിയിട്ട് കാര്യങ്ങൾ അങ്ങനെ നടത്താ, ഹാപ്പിയാവാ. ഇത് ഡൗൺലോഡ് ചെയ്ത് തന്ന് ശരിയാക്കി തന്ന പിന്നെ അതാ നോക്ക്. പിന്നെ നിന്റെ ഈ ആവിഞ്ഞ മോന്തി കൊണ്ട് എന്റെ അടുത്തേക്ക് വരരുത്. ഏത് സമയം സന്തോഷമായിട്ടിരിക്കണം. ഉറപ്പായിട്ടും. മനസ്സിലായല്ലോ? എന്റെ മാതിരി ഇങ്ങനെ ത്രില്ലടിച്ച് ജീവിക്കുക. ഓക്കെ ഓക്കെ. എന്താണ്? എന്നാ പിന്നെ അവിടെ പോയി കളിച്ചോളെ. എന്നാ പൊക്കോ. കീടനാശിനി കളയാൻ വേണ്ടിട്ട് ഇപ്പൊ ഇങ്ങനത്തെ കെമിക്കലൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും പുകല വെള്ളം ഇല്ലേ, സോപ്പിൽ കലക്കിയിട്ട് പുകല വെള്ളം അങ്ങനെ ഒരു മിശ്രിതം ആക്കിയിട്ട് അത് തെളിച്ചാ മതി. അല്ല, ഞാൻ പറഞ്ഞാണ്. നീ ആര് കലക്ക? ഒരു മിനിറ്റ്. സത്യ പറയ്. ഒരു മിനിറ്റ്. എന്താണ്? അല്ല, സംസാരിക്കാൻ പറ്റുന്ന സ്ഥലത്ത് തന്നെയാണോ? പറഞ്ഞോ. കുഴപ്പമില്ല. ഒന്നുമില്ല. ഞാനേ നീ നേരത്തെ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള മറ്റേ കുമ്പിൾ ആപ്പുണ്ടല്ലോ. ഉണ്ട്. അതെ, അതിനകത്ത് ഞാൻ കുറെ പ്രൊഫൈലുകൾ ഇങ്ങനെ മാറി മാറി നോക്കി. അപ്പോ അത് ഒന്നും അങ്ങോട്ട് വേണ്ട രീതിയിൽ മാച്ചായി വരുന്നില്ലല്ലോ. അതിപ്പോ അങ്ങോട്ട് വിചാരിച്ച മാതിരി അങ്ങോട്ട് പെട്ടെന്നൊന്നും ശരിയാവില്ല. നമ്മൾ ട്രൈ ചെയ്തോണ്ടിരിക്കലാണ് വേണ്ടത്. അല്ല, എന്നാലും കുറെ കൂടുതൽ നോക്കി, പക്ഷെ കിട്ടണില്ല ഒന്നും. അതാ ഞാൻ പറഞ്ഞു, നമ്മൾ പെണ്ണാലോചിച്ച് പോവാന്നല്ലോ ഇന്ന പെണ്ണിനെ കട്ടാന്ന് പറഞ്ഞിട്ട്.
അതാണ് അപ്പം നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. നമ്മൾ ട്രൈ ചെയ്തോണ്ടേ ഇരിക്കുക, വേറെ ഒന്നുമില്ല. അതെ അതെ, ഞാനിപ്പോ സത്യം പറഞ്ഞാണ്ടല്ലോ വേറെ ഒന്നിനും ഒഴിവില്ല. ഇപ്പൊ ഇത് തന്നെ ചെയ്തോണ്ടിരിക്കുന്നത്, പത്രം പോലും വായിക്കണില്ലാന്ന്. എന്തിനാ പത്രം വായിക്കണത്? നേരം പോകില്ലേ ഇപ്പോ? ഒരു പ്രതീക്ഷ ഇല്ലേ എങ്ങനെ? അതാണ്, അത് തന്നെ ഒരു നേരം പോക്കാണ്. അപ്പൊ എപ്പോഴാ ഇതൊക്കെ വന്ന് കേറുകയെന്ന് പറയാൻ പറ്റില്ല. കിട്ടിയാൽ അതൊരു ലക്ക് തന്നെയാണ്. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇനിയിപ്പോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചോ, കുഴപ്പമൊന്നുമില്ല. ശരി ശരി ശരി. ഇപ്പൊ ചെയ്യണമാതിരി തന്നെ ചെയ്തോണ്ടിരുന്നോ? ഓ ആയിക്കോട്ടെ. ശരി ശരി, ഓക്കെ ഓക്കെ ഓക്കെ. ആരാ ചെയ്തല്ലേട്ടാ? അതാ സത്യേട്ടനാണ്. സത്യേട്ടനാ? ഓ, എന്താ പറയണേ? ഇപ്പൊ മെഡിക്കൽ ഷോപ്പിലുള്ള ജോലിയൊന്നും പോരാ, മൂപ്പർക്ക് വേറൊരു ജോലി വേണമെന്ന് പറയാ. അപ്പോ അത് പെട്ടെന്നൊന്നും ശരിയാവില്ലോ എന്ന് പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു ചെയ്തോണ്ടായി, ട്രൈ ചെയ്തോണ്ടായിരിക്കും. എപ്പോഴാ ഭാഗ്യം വന്ന് തുണക്കണെന്ന് അറിയില്ലോ. ശരിയാ. അത് പറയായിരുന്നു ഞാനേ. ഓരോരുത്തരുടെ ഭാഗ്യം പോലെ ഇരിക്കും ഒക്കെ. ശരിയാവല്ലേ അത്ര. Marimayam.